സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലക്സ് ആവുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെൽക്കം ടു ഇഗ്നോസ് പ്രസ്റ്റീജിയസ് ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി പ്രോഗ്രാം. സമൂഹത്തെയും സാമൂഹിക ഇടപെടലുകളെയും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനായി വളരെ കോംപ്രഹെൻസീവ്, ഇൻസൈറ്റ്ഫുൾ ആൻഡ് കരിയർ ഓറിയന്റഡ് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് ഇഗ്നോ BA സോഷ്യോളജി. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് BA സോഷ്യോളജി നേടാം. ഇഗ്നോ സോഷ്യോളജി പ്രോഗ്രാമിന്റെ രണ്ട് വ്യത്യസ്ത ഫോർമാറ്റ്സ് ആയ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം BFSO ആൻഡ് 3 ഇയർ ബാച്ചിലേഴ്സ് ഓണേഴ്സ് പ്രോഗ്രാമായ BASOHന്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആസ്പിറേഷൻ അനുയോജ്യമായ പ്രോഗ്രാം ഏതാണെന്ന് അറിയുന്നതിനാവശ്യമായ ഇൻസൈറ്റ്സ് ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി എന്തുകൊണ്ട് ഇഗ്നോ BA സോഷ്യോളജി എന്നാണ് അടുത്ത കാര്യം. ഇന്ന് സോഷ്യൽ ചാലഞ്ചസ് നേരിടുന്നതിനും ഹ്യൂമൻ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനും സോഷ്യോളജി പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊന്നാണ് ഇഗ്നോ. യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഇഗ്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, മീഡിയ, കമ്മ്യൂണിറ്റി സർവീസസ് തുടങ്ങിയ മേഖലകളിൽ ഉള്ള നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വളരെ ഫ്ലെക്സിബിളും അഫോർഡബിളുമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BA സോഷ്യോളജി. ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇഗ്നോ BA സോഷ്യോളജി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയാണ്. സോഷ്യോളജിയിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായ BFSO എടുക്കുകയാണെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്തവർ ഈ കോഴ്സ് ചെയ്യാൻ എലിജിബിൾ ആണ്. പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. എന്നാൽ അത് 8 വർഷം വരെ എക്സ്പാൻഡബിൾ ആണ്. 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് ജനറൽ ഡിഗ്രി ലഭിക്കുന്നതായിരിക്കും. ഇനി 3 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമായ BASOH ജോയിൻ ചെയ്യുന്നവർക്കും +2 യോഗ്യത മതിയാകും. പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. എന്നാൽ അത് 6 വർഷം വരെ എക്സ്പാൻഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇഗ്നോ BA സോഷ്യോളജി കരിക്കുലം ഒന്ന് നോക്കാം. വളരെ സ്ട്രക്ചർഡ് ആൻഡ് കോംപ്രഹെൻസീവ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ BA സോഷ്യോളജി കരിക്കുലം. നിങ്ങൾക്ക് സോഷ്യൽ തിയറീസിലുള്ള പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായി വളരെ എക്സ്റ്റെൻസീവ്, ഇമേഴ്സീവ് ആൻഡ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇഗ്നോ BA സോഷ്യോളജി കരിക്കുലം. ആദ്യം 4 ഇയർ പ്രോഗ്രാമായ BFSO നോക്കാം. ഇയർ 1-ൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് എന്നീ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുക. ഇയർ 2-ൽ പ്രധാനമായും സോഷ്യോളജി ഓഫ് ഇന്ത്യ, റൂറൽ ആൻഡ് അർബൻ സോഷ്യോളജി തുടങ്ങിയ ഏരിയസ് നമ്മൾ കവർ ചെയ്യും. ഇയർ 3-ൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യോളജി ഓഫ് ജെൻഡർ, ഫാമിലി ആൻഡ് കിൻഷിപ്പ്, സോഷ്യൽ മൂവ്മെന്റ്സ് എന്നീ ടോപ്പിക്സ് വിശദമായി പഠിക്കും. ഇനി ഇയർ 4-ൽ ഓണേഴ്സ് ലെവൽ. ഇതിൽ അഡ്വാൻസ്ഡ് സോഷ്യോളജിക്കൽ തിയറീസ്, റിസർച്ച് മെത്തഡോളജീസ്, ഡിസർട്ടേഷൻ തുടങ്ങിയ റിസർച്ച് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക. ഇനി 3 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമായ BASOHയുടെ കരിക്കുലം നോക്കാം. ഇയർ 1-ൽ നമ്മൾ ഫൗണ്ടേഷൻ ഇൻ സോഷ്യോളജി, അതുപോലെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് പ്രധാനമായും പഠിക്കുക. ഇയർ 2-ൽ ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് തുടങ്ങിയ ഏരിയാസ് കവർ ചെയ്യും. ഇനി ഇയർ 3-ൽ കൂടുതലായും സോഷ്യൽ ചേഞ്ച്, ഡെവലപ്മെന്റ്, സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് എന്ന ടോപ്പിക്സിന്റെ കൂടെ പ്രോജക്റ്റ് വർക്കും നമ്മൾ കോഴ്സിന്റെ ഭാഗമായി കംപ്ലീറ്റ് ചെയ്യും. റിസർച്ചും പ്രാക്ടിക്കൽ എക്സ്പോഷറും ഒരേപോലെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പ്രോഗ്രാം നിങ്ങളെ റിയൽ ലൈഫ് സെനാരിയോസ് നേടാൻ പ്രാപ്തരാക്കുന്നു. ഇഗ്നോയിൽ നിന്ന് BA സോഷ്യോളജി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇഗ്നോന്റെ ഒരു ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കും എന്നുള്ളത്. അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്, കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം. ലേൺവൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പോട് കൂടി ഇഗ്നോ BA സോഷ്യോളജി കരിക്കുലം ഏറ്റവും കോംപ്രഹെൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും. ലേൺവൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ, കോകരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺവൈസ്. ലേൺവൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ്, വാല്യൂ ആഡഡ് നോട്ട്സ്, എക്സാം PDF, എക്സാം സ്പെഷ്യൽ ഗൈഡ്, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, ഇഗ്നോ മോഡൽ എക്സാം, ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്, വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ്, ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും. ഇനി ഇഗ്നോ BA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം. സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്പേഴ്സ് ആവാം, പബ്ലിക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, റിസർച്ചേഴ്സ് ആൻഡ് അക്കാഡമീഷ്യൻസ് ആവാം, മീഡിയ പ്രൊഫഷണൽസ് ആവാം, NGO പ്രൊഫഷണൽസ് ആയിട്ടും വർക്ക് ചെയ്യാം, HR ആൻഡ് പബ്ലിക് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് ആവാം, സോഷ്യൽ പോളിസി കൺസൾട്ടന്റ് ആയിട്ടും നമുക്ക് വർക്ക് ചെയ്യാം. ഇഗ്നോ BA സോഷ്യോളജി നിങ്ങളെ സമൂഹത്തിന് ആവശ്യമായ സേവനങ്ങൾ നൽകി സിഗ്നിഫിക്കന്റ് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനും കരിയർ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇഗ്നോ BA സോഷ്യോളജി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ ട്രജക്ടറി തന്നെ മാറും. ഓവറോൾ BA സോഷ്യോളജി നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ചെയ്യും. നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവൈസിന്റെ സഹായത്തോടു കൂടി ഇഗ്നോയിൽ നിന്ന് BA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റ് പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം. ലേൺവൈസിന്റെ BASOH ജൂലൈ 23 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഏകദേശം 2022 എൻ്റെ അക്കാഡമിക് ഇയർ ജീവിതം അവസാനിപ്പിച്ചതായിരുന്നു.
അതിനുശേഷം ഇപ്പോൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ആപ്പ് വഴി ലേണേഴ്സിൻ്റെ ഒരു ഇത് ആഡ് കണ്ടത്. അത് കിട്ടിയതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സന്ദേഹത്തോടു കൂടി തന്നെ, മെൻറ്റർഷിപ്പോടു കൂടി തന്നെ ഞാനത് ലേണേഴ്സിൽ ചേരുകയും ലേണേഴ്സിൻ്റെ മെൻറ്റർഷിപ്പ് ആപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ പറയാം. കാര്യം സപ്പോർട്ട് നല്ലതാണ്. അതിനു മുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹാപ്പിനെസ് അംബാസഡർ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മെൻറ്റർഷിപ്പ് വന്നത്. മെൻറ്റർ നമുക്ക് വീക്കിലി ആയിട്ട് കോളുകളും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി വ്യക്തമായും അല്ലെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലാണോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ തന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ വളരെ ഫലപ്രദമാണ്. കാര്യം നമുക്ക് ഞാൻ ജോലിയുള്ള ഒരു വ്യക്തിയാണ്. അത് എനിക്ക് ആവശ്യമായ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ള സമയത്ത് ആ വീഡിയോസ് നമുക്ക് കണ്ട് തീർക്കാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകളിൽ കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്. ആ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കാണുകയും അതനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ EEP ആണ്, ഇംഗ്ലീഷ് ഇൻഡസ്ട്രി പ്രോഗ്രാമിൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് ബാക്കിലേക്ക് നിന്ന നമുക്കൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി EEP കഴിയും. പൂർണ്ണമായി എല്ലാ എങ്കിൽ പോലും തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് സംസാരിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി EEP കഴിയും. ഞാനിപ്പോൾ ലേണേഴ്സിൽ ഞാൻ 24th ബാച്ചിൽ BA സോഷ്യോളജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. മെൻറ്റർഷിപ്പ് ജോയിനിങ് ആയിരുന്നു. അവരുടെ സപ്പോർട്ടിങ് നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരിക്കുന്നതെല്ലാം. അപ്പം എനിക്ക് ഇംഗ്ലീഷ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മെൻറ്റർഷിപ്പിൽ അവർ പറഞ്ഞു നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കും, എല്ലാത്തിനും കൂട്ടുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിലാണ്. ഞാൻ എൻ്റെ 48ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ രണ്ടാമത് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഫാമിലി എല്ലാം പിള്ളേരുകളൊക്കെ മക്കളെല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ആയപ്പോൾ ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതാണ്. ഇത്രയും നല്ലതായിട്ട് ഞാൻ ഈ ലേൺ വൈസ് അറിയുന്നത് ഫേസ്ബുക്കിൽ കൂടെയാണ്. ഞാൻ ഇവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെയാണ്. ഞാൻ വാട്സപ്പിൽ കൂടെ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രായത്തിൽ ഒരു ഡിഗ്രി എടുക്കാൻ കാരണം എനിക്ക് പഠിത്തക്കുറവ് എന്ന കാരണം കൊണ്ട് ഞാൻ ഒരുപാട് വേദികളിൽ പുറകോട്ട് നിന്നിട്ടുണ്ട്. കൂടുതലും മക്കളുടെ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാനൊരു എല്ലാത്തിനും പുറകോട്ടായിരുന്നു നിന്നിരുന്നത്. അത് ഇംഗ്ലീഷ് അറിയില്ല എന്ന കാരണത്താൽ നമ്മൾ സ്വയം പുറകോട്ട് നിന്നിട്ടുണ്ട്. ആയതിനാലാണ് ഇപ്പം ഓൺലൈനിൽ പഠിക്കാൻ പറ്റുമെന്നുള്ള ഓരോന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ആഗ്രഹമായി ഡിഗ്രി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഡിഗ്രി എടുക്കാൻ ലേണേഴ്സിൽ ജോയിൻ ചെയ്തത്. ലേണേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത ഇടം മുതൽ അവർ നല്ല സപ്പോർട്ടീവാണ്. എന്ത് കാര്യമാണെങ്കിലും വിളിച്ച് പറയുകയും നമ്മളത് പുറകോട്ട് നിൽക്കരുതെന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും കാരണത്ത് നമ്മളത് പറഞ്ഞ് എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാം നമുക്കൊരു പോസിറ്റീവ് എനർജി തരികയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ്സുകളാണെങ്കിലും ഗെയിം പിന്നെ മീറ്റിങ് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ വർഷം പുറകോട്ട് പോയ ഒരു ഫീലാണ് ഉണ്ടായിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെന്ന് പറയുമ്പം ടീച്ചേഴ്സാണെങ്കിലും മെൻറ്ററാണെങ്കിലും മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മളെ വിളിച്ച് ഓരോന്ന് ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാം പറയുകയും എടുക്കുകയൊക്കെ ചെയ്യും. അത് നല്ലൊരു സപ്പോർട്ടാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉള്ളത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പേരൻസ് പഠിക്കുന്നുള്ള ഒരിതായിരുന്നു. ഇപ്പം നമുക്ക് ആരും ഇല്ലല്ലോ പറയാം. പക്ഷെ അത് മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതിനും അപ്പുറമാണ്. 10 വർഷം കഴിഞ്ഞപ്പം +2 കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എനിക്ക് ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ യാദർശികമായിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ലേൺ വോയ്സിനെ കുറിച്ച് അറിയുന്നത്. പിന്നീട് ഞാൻ കൂടുതൽ ലേൺ വോയ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലേൺ വോയ്സിൻ്റെ കൂടിയാൽ എനിക്ക് എന്തായാലും ഡിഗ്രി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു.
ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് കമൻസുകളൊക്കെ വരാൻ തുടങ്ങിയത്. നിനക്ക് ഈ 5 മക്കളെ കൊണ്ട് നീ എങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കും, നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ വീണ്ടും ഞാൻ ടെൻഷനാവാൻ തുടങ്ങി. എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ട് വീണ്ടും വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജയ്ഷ മാമിൻ്റെ വീക്കിലി കോളുകൾ വരുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. മാമിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വേർഡ്സ് കേൾക്കുമ്പോൾ എനിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും. ഇൻഷാ അല്ലാഹ് നല്ല ലേൺ വൈസിൻ്റെ കൂടെ തന്നെ പോയാൽ എനിക്ക് നല്ല രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. മുൻപ് ഞാൻ റെഗുലർ ക്ലാസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് വടകരയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം, പിന്നെ വേറെ കുറച്ച് റീസൺസ് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ പിന്നീട് നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത്. ഇത് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും, ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ. കാരണം ഒരു മെൻറ്റർ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിലുപരി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും സ്ട്രെസ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്ത് എന്ത് ചോദിക്കാനും എനിക്ക് ഒട്ടും തന്നെ സ്ട്രെസ് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ലേൺ വൈസിലായാലും മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഈ ലേൺ വൈസ് സെലക്ട് ചെയ്തതിൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ലേൺ വൈസിന്റെ കൂടെയുള്ള BA സോഷ്യോളജി ജേർണി ഇൻക്രെഡിബിളി ഈസിയും എൻജോയബിളും ആയിരിക്കും. ലേൺ വൈസിന്റെ കൂടെ BA സോഷ്യോളജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 75 92 93 96 16 എന്നതാണ്. ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും. IGNOU BA സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾക്ക് IGNOU BA സോഷ്യോളജി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.